ഈ കഥ തുടങ്ങുന്നത് 1953 കൊറിയൻ യുദ്ധത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ്. അങ്ങനെ ഒരു സെപ്റ്റംബർ 15-നാണ് US എയർഫോഴ്സും അതേപോലെ തന്നെ നേവി ഇവരെല്ലാവരും ചൈനീസ് അതിർത്തിയിലേക്ക് വരുന്നത്. എന്നിട്ട് യാലു നദി വഴി അവരെല്ലാവരും ചൈനീസ് നാഷണൽ സെക്യൂരിറ്റിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയും ഇവരുടെ കയ്യിൽ ഇത്ര ആയുധങ്ങളും ടെക്നോളജി പരമായിട്ട് ഇവർ അഡ്വാൻസ്ഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും അവിടെ സ്ഫോടനങ്ങളും യുദ്ധങ്ങളും നടത്തുന്നു. ഈ സമയത്താണ് ചൈന തന്റെ രാജ്യത്തുള്ള പൗരന്മാരെ യുദ്ധത്തിലേക്ക് ക്ഷണിക്കുന്നത്. വാലണ്ടിയറായിട്ട് യുദ്ധത്തിൽ പങ്കെടുത്ത് US ആർമിയുമായിട്ട് യുദ്ധം ചെയ്യുക. അതിന് കാരണം ആ കാലഘട്ടത്തിൽ ചൈനീസ് പട്ടാളം വളരെ വീക്കായിരുന്നു. അവരുടെ എയർഫോഴ്സും മറ്റും വീക്കായിരുന്നു. അതുകൊണ്ട് തന്നെ കരയിലുള്ള സൈനികർ മാത്രമാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. അവരാണെങ്കിലോ വീക്കായിട്ടുള്ളവരും. അതിനിടയിൽ ചൈന കൊറിയയെയും സഹായിക്കാൻ തുടങ്ങി. ഒരുപാട് പട്ടാളക്കാരെ കൊറിയൻ അതിർത്തിയിലും ചൈനീസ് ഗവൺമെന്റ് ഇറക്കി വിട്ടു. അതുമല്ല, നോർത്ത് കൊറിയയെ സഹായിക്കാൻ വേണ്ടി ചൈനക്കാർക്ക് ഒരേ ഒരു മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയുള്ളൊരു വലിയ നദിയിലൂടെയുള്ളൊരു പാലം. അതിലൂടെയാണ് അവർക്കായിട്ടുള്ള സഹായവും തൻ്റെ ആർമീനെ അപ്പുറത്തേക്ക് എത്തിക്കുന്നത്, ആയുധങ്ങൾ കൊണ്ടുപോകുന്നത്, ആഹാരങ്ങൾ അവിടേക്ക് എത്തിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആ ഒരു ഒറ്റ പാലത്തിലൂടെയായിരുന്നു. കാം സോങ് റിവർ എന്നാണ് അതിനെ പറയുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് ഈ കഥയിലേക്ക് തുടങ്ങുമ്പോൾ ചൈനീസ് പട്ടാളക്കാരുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഈ കഥ മുന്നോട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വലിയ നദിയുണ്ടല്ലോ, ആ നദിയുടെ ഒരു കരയിലായിട്ട് ഒരുപാട് ചൈനീസ് പട്ടാളക്കാരെ അവിടെയുള്ള പുല്ലുകൾക്കിടയിലായിട്ട് ഒളിച്ചു കിടക്കുന്നു. ഇതിൽ കൂടുതലായിട്ട് ഉള്ളത് ചൈനീസ് പീപ്പിൾസ് ആർമിയാണ്. വാലണ്ടിയർ ആയിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വന്ന സാധാരണ ജനങ്ങൾ. അങ്ങനെ അതിൽ ഷാഹു എന്ന് പറഞ്ഞിട്ടൊരു സോൾജിയർ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം മുകളിലൂടെ അമേരിക്ക യുദ്ധവിമാനങ്ങൾ പറക്കുന്നുണ്ട്. അവരുടെ കണ്ണിൽ പെടാതെ ഇത്രയും പട്ടാളക്കാരെയും കൊണ്ട് കാം സോങ് റിവർ അതിനടുത്തേക്ക് പോകണം. അതിനു വേണ്ടിയിട്ട് ഈ യുദ്ധവിമാനങ്ങൾ ഇല്ലാത്ത സമയം നോക്കി ഒളിച്ചു കിടക്കുന്ന എല്ലാ പട്ടാളക്കാരും ആ ഒരു പുല്ലിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും മുന്നിലേക്ക് പോകുന്നു. ഇപ്പോൾ ഇതിൽ ചൈനീസ് പട്ടാളക്കാരുടെ പ്രധാന ജോലി എന്താണെന്ന് വെച്ചാൽ ഈ നദിക്ക് കുറുകെയുള്ള ആ ഒരു വലിയ പാലം അതെപ്പോഴും US എയർഫോഴ്സ് അവർ ബോംബിട്ട് തകർക്കും. ആ പാലം വീണ്ടും നിർമ്മിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ മറുകരയിൽ ചെന്നിട്ട് അവരുടെ സൈനികർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷെ അതൊരിക്കലും അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം വെള്ളം നല്ല കൂടുതലാണ്. പിന്നെ ഈ ഒരു യുദ്ധവിമാനങ്ങൾ കാണാതെ അവർ ആ ഒരു ജോലി ചെയ്തു തീർക്കണം. അപ്പോൾ കുറച്ച് സൈനികർ ആ ഒരു പാലത്തിന്റെ പണിയെടുക്കുമ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അടുത്തുള്ള കാടിൽ ഒരുപാട് ചൈനീസ് പട്ടാളക്കാരെ ഒളിച്ചു കിടപ്പുണ്ട്. ഇപ്പൊ ഈ പാലം നിർമ്മിക്കാനായിട്ട് വരുന്ന 8ാമത്തെ കമ്പനിയാണ് ഇവര്. അങ്ങനെ എല്ലാവരും പാലത്തിനടുത്തേക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മുകളിലൂടെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അങ്ങനെ എല്ലാവരും ശ്രദ്ധയോടെ നോക്കി നിൽക്കുമ്പോൾ അത് യുദ്ധവിമാനങ്ങളാണ്. പെട്ടെന്ന് തന്നെ പറന്നു വരുന്നതും ഈ സൈന്യത്തിലുള്ള ഒരു ഫീമെയിൽ റേഡിയോ ഓപ്പറേറ്റർ ഉണ്ട്. അവൾ പെട്ടെന്ന് തന്നെ ഓടി വന്നിട്ട് ആ ഒരു പാലം നിർമ്മിക്കാനുള്ള എഞ്ചിനീയർമാരുണ്ടല്ലോ അവരോട് ഈ കാര്യം പറയുന്നതും അവരെല്ലാവരും തറയിൽ കിടക്കുകയാണ്. അപ്പോൾ മുകളിലൂടെ പോയ ആ ഒരു യുദ്ധവിമാനത്തിൽ നിന്ന് താഴേക്ക് ബോംബുകൾ ഇട്ടിട്ട് പലയിടങ്ങളിലായിട്ട് അത് പൊട്ടിത്തെറിക്കുന്നു. അതിലൊരുപാട് സൈനികർ മരിക്കുന്നുണ്ട്, ചിലർ രക്ഷപ്പെടുന്നുണ്ട്. അതുമല്ല, ആ ഒരു പാലത്തിലേക്കും അവർ ബോംബിട്ട് ആ ഒരു പാലവും നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കാടിനുള്ളിൽ ഈ യുദ്ധവിമാനങ്ങളെ തകർക്കാൻ വേണ്ടി വലിയ തോക്കുകളായിട്ട് ഒളിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ചൈനീസ് പട്ടാളക്കാരുണ്ട്. അവരിപ്പോൾ ശ്രമിച്ച് അവസാനം ഷൂട്ട് ചെയ്ത് തകർക്കുന്നു. അങ്ങനെ ആ ഒരു വിമാനം താഴെ തകർന്ന് വീണതുകൊണ്ട് തന്നെ ആ സന്തോഷത്തിൽ ഇവരെല്ലാവരും അത് സെലിബ്രേറ്റ് ചെയ്യാണ്. ബാക്കിയുള്ള എയർക്രാഫ്റ്റുകളാണെങ്കിലോ നേരെ അവരുടെ ബേസിലേക്കും പോയി. അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് അവരുടെ അക്രമം ഇനി ഉണ്ടാകത്തില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു പാലം തകർന്നിട്ടുണ്ട്. അടുത്തൊരു നിർദ്ദേശം വരുന്നത് വരെ ഇവരെല്ലാവരും ഈ കാടിനുള്ളിൽ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ ടീമിനെ നയിക്കുന്നത് ലീ യൂഹ എന്ന് പറഞ്ഞ ഈ ഒരു കമാൻഡറാണ്. ഇപ്പൊ അവനോട് മറ്റൊരു കമാൻഡർ വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും അവൻ പറയുന്നത് കാംസോങ് റിവറിന്റെ അടുത്തേക്ക് നമ്മൾ അടുത്ത ദിവസം തന്നെ പാലം നിർമ്മിക്കാനായിട്ട് രാവിലെ 6 മണിക്ക് തന്നെ അവിടേക്ക് യൂണിറ്റിനെ പറഞ്ഞു വിടണം. അങ്ങനെ അടുത്ത ദിവസം വരെ ഇവരെല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് പെട്ടെന്ന് ഈ പാലത്തിന്റെ ഒരു വശത്തായിട്ട് വലിയൊരു തൂണുണ്ട്. അതിന് മുകളിൽ ഈ വിമാനങ്ങൾ വരുന്നത് അറിയിക്കാൻ വേണ്ടി ഒരു പട്ടാളക്കാരൻ അതിന് മുകളിലുണ്ടാവും. അവനാണ് വിമാനങ്ങൾ വരുന്നതും ഏത് വശത്തേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവരോട് പറയുന്നത്. അതനുസരിച്ച് ഈ പട്ടാളക്കാർ പാലം കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് പോകും. ഇപ്പോഴും അവൻ അതുപോലെ തന്നെ ഇരുന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് പട്ടാളക്കാർ ആ കാട്ടിൽ നിന്നിറങ്ങി ഈ പാലം വഴി മറുകരയിലേക്ക് പോകുന്നു. അങ്ങനെ രാത്രിയാകുമ്പോൾ ലിയോന്റെ നേതൃത്വത്തിലുള്ള ആ പട്ടാളക്കാരെ മറുകരയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കിയുള്ളവരാണെങ്കിലോ ആ പാലത്തിലേക്ക് പോയിട്ട് പാലത്തിന്റെ പണി വീണ്ടും പൂർത്തിയാകുന്നു. അപ്പൊ അവിടെ അത്രയും പേര് ആ പാലത്തിന്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ യുദ്ധവിമാനങ്ങൾ വരുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി ഒരാൾ ബൈനോക്കുലർ വഴി നോക്കാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഒരു യുദ്ധവിമാനം രാത്രി സമയത്ത് പറന്നു വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് ആ ഒരു സിഗ്നൽ കൊടുക്കുന്നതും പാലത്തിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും പാലത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അതേസമയം തന്നെ കാടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ യുദ്ധവിമാനങ്ങളെ ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു മെഷീൻ ഗണ്ണുമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, പട്ടാളക്കാര്, അവര് ഈ യുദ്ധവിമാനങ്ങളെ ഷൂട്ട് ചെയ്ത് തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്.
അതുകൊണ്ട് അമേരിക്കൻ ആർമിയുടെ ആ ഒരു എയർഫോഴ്സിന്റെ ഡയറക്ഷൻ അവർ ചേഞ്ച് ചെയ്ത് വിടുന്നതും ഈ പാലത്തിനടുത്തേക്ക് അവരൊരിക്കലും വരുന്നില്ല. അതുകൊണ്ട് പാലത്തിന്റെ പണി വീണ്ടും അവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴേക്കും റേഡിയോ കമ്മ്യൂണിക്കേഷനിലൂടെ ഇവർക്ക് അറിയിപ്പ് കൊടുക്കുന്നുണ്ട്, ഇനിയുള്ള 10 മിനിറ്റിനുള്ളിൽ ഈ കമ്പനി ഉള്ളിലേക്ക് പോയിട്ട് ആ ഒരു പാലത്തിന്റെ പണി പൂർത്തിയാക്കണം, ഇനിയും നമുക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതനുസരിച്ച് ആർമി ആ ഒരു പാലത്തിലേക്ക് ചെന്നിട്ട് പാലത്തിന്റെ പണി പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇവരെല്ലാവരും ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ ഭാഗത്തു നിന്ന് കുറെ മിസൈലുകൾ അമേരിക്കൻ എയർഫോഴ്സ് അവരുടെ ആ ഒരു ബേസ് ക്യാമ്പ് ഉണ്ടല്ലോ അവിടേക്ക് ഒരുപാട് മിസൈലുകൾ വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ കുറച്ചു നേരത്തേക്ക് അവരുടെ ഒരു പ്രതികരണവും ഉണ്ടാവാത്തതുകൊണ്ട് ഈ പാലം പണി പെട്ടെന്ന് തന്നെ പൂർത്തിയാവുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പട്ടാളക്കാർ ഈ പാലത്തിലൂടെ മറുകരയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇവർ സമാധാനത്തിൽ ഇരിക്കുമ്പോഴാണ് വീണ്ടും ആ ശബ്ദം കേൾക്കുന്നു, യുദ്ധവിമാനങ്ങൾ ഇവിടേക്ക് വരാൻ പോവാണ്. പക്ഷേ ഇത്തവണ യുദ്ധവിമാനങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി മനഃപൂർവ്വം ആ കാടിനുള്ളിൽ തീയിട്ടിട്ട് കുറച്ചു പേര് അവരെ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ യുദ്ധവിമാനങ്ങളുടെ ശ്രദ്ധ അവരിലേക്ക് മാറും. ഇത് മനസ്സിലാക്കിയ ലിയു ഈ കാര്യം എത്രയും പെട്ടെന്ന് താഴേക്ക് അറിയിക്കണം. അതിനുവേണ്ടി ആ പാലത്തിനടുത്തേക്ക് അവൻ ഓടിച്ചെല്ലുമ്പോൾ അതിനു മുന്നേ തന്നെ ഈ യുദ്ധവിമാനങ്ങൾ പലയിടങ്ങളിലായിട്ട് ബോംബിടുന്നു. അതുമല്ല പെട്ടെന്ന് തന്നെ ഈ പാലത്തിന്റെ 2 വശങ്ങളിലായിട്ടും ബോംബിടുമ്പോഴത്തേക്കും പാലത്തിന്റെ പകുതി ഭാഗവും തകർന്ന് ഇല്ലാതാവുകയാണ്. അതിനിടയിൽ ഒരുപാട് പട്ടാളക്കാർ മരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ലിയു ആ വശത്തേക്ക് ഓടിച്ചെല്ലുമ്പോൾ ഇവരുടെ ഒരു പ്രധാന ലീഡർ അവനും പരിക്കുപറ്റി താഴെ വീഴുന്നു, മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ കിടക്കാണ്. ലിയു അടുത്തേക്ക് വരുമ്പോൾ ആ സോൾജിയർ പറയുന്ന ഒരേ ഒരു കാര്യം, നിങ്ങളുടെ മിഷൻ പൂർത്തിയാക്കുക, ആ ഒരു പാലം വീണ്ടും ആ പാലത്തിന്റെ പണി പെട്ടെന്ന് തീർക്കണമെന്ന് മാത്രമാണ്. ഇപ്പൊ എന്തൊക്കെ തന്നെ ആയാലും എത്ര തവണ ഈ ഒരു പാലം തകർത്താലും ഇവർ വീണ്ടും വീണ്ടും ആ പാലം നന്നാകും. അതേപോലെ തന്നെ ഇവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓരോ എയർക്രാഫ്റ്റുകളായിട്ട് ഇവർ തകർക്കാനും ശ്രമിക്കുന്നുണ്ട്. അവരെ സാക്രിഫൈസ് ചെയ്തായാലും തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി അവരെന്ത് ചെയ്യാനും തയ്യാറാണ്. ഇപ്പോൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു വലിയ യുദ്ധവിമാനത്തിൽ ഒരുപാട് മിസൈലുകൾ കൊണ്ടുവന്നിട്ട് അത് താഴേക്ക് വിടുന്നു. ഇപ്പൊ എന്ത് തന്നെ സംഭവിച്ചാലും മുന്നോട്ട് തന്നെ പോവാന്ന് വിചാരിച്ച് ലിയു ഒരു വലിയ തടിയുമായിട്ട് നിൽക്കുമ്പോൾ ആ ബോംബുകളെല്ലാം നേരെ താഴേക്ക് വന്ന് വീണ് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഒരു പൊട്ടിത്തെറി സംഭവിക്കുന്നു. അതിലെ ലിയു മരണപ്പെടുകയാണ്. ഇപ്പൊ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് ചൈനീസ് പട്ടാളത്തിന്റെ ആ ഒരു ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ്, അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നെല്ലാം. ഇനി നമ്മൾ കാണുന്നത് ഒരു അമേരിക്കൻ പൈലറ്റിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ കാണിക്കുമ്പോൾ ഈ ഒരു പാലം തകർക്കാനായിട്ട് വരുന്നത് പൈലറ്റ് ഹിൽ, അതേപോലെ തന്നെ അവന്റെ പാർട്ണറായിട്ടുള്ള പൈലറ്റ് കോളിൻ. ഇപ്പൊ ഇവര് രണ്ടുപേരും ആ ഒരു പാലത്തിനടുത്തായിട്ട് ബോംബിട്ട് അവരിപ്പോ തിരിച്ചു വരുന്നു. അതുമല്ല ചൈനീസ് ആർമിയുടെ ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ അതിനെപ്പറ്റി ഹില്ല് പറയുന്നുണ്ട്. എത്ര തകർത്താലും ഇവർ വീണ്ടും ആ പാലം നിർമ്മിച്ചുകൊണ്ടേയിരിക്കും, അതിനെന്തായാലും അവരെ സമ്മതിച്ചു കൊടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇവരങ്ങനെ പറന്നു പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് കോളിന്റെ ആ ഒരു പ്ലെയിൻ ചൈനീസ് ആർമി ഷൂട്ട് ചെയ്ത് തകർക്കുന്നു. അതൊരിക്കലും ഹില്ലും പ്രതീക്ഷിക്കത്തില്ല. അങ്ങനെ ആ ഒരു പ്ലെയിൻ തകർന്ന് കോളിനും മരിച്ചു, അത് നേരെ താഴെയൊന്ന് വീഴുന്നതും ഇപ്പോൾ ഹില്ലിന് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായിപ്പോയി. അതുകൊണ്ട് ഹില്ലിപ്പോ തിരിച്ച് അവന്റെ ആ ഒരു ബേസിനടുത്തേക്ക് പോവാണ്. അവിടെ വരുമ്പോഴത്തേക്കാണ് അവന്റെ കൂടെ പാർട്ണറായിട്ട് മറ്റൊരു പൈലറ്റിനെ കൂടി പറഞ്ഞു വിടുന്നു. അങ്ങനെ ഇവർ വീണ്ടും ഇതിന് മുകളിലൂടെ പറന്നു പോകുമ്പോഴത്തേക്കും അവർ പിന്നെ അത്ഭുതപ്പെടുകയാണ്. കാരണം ആ പാലം അവർ പിന്നെയും നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ M155 അത് ആ ഒരു പാലത്തിന്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളുണ്ടല്ലോ അവിടെ അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ടാണ്. കാരണം അവിടെ ഒളിച്ചിരിക്കുന്ന ആ ഒരു പട്ടാളക്കാരെ കൊന്നാൽ മാത്രമേ ഈ പാലം നിർമ്മിക്കുന്നത് ഇവർക്ക് തടയാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവര് ആ പാലത്തിന്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളുണ്ടല്ലോ അവിടെ നല്ല രീതിയിൽ അറ്റാക്ക് നടത്തുന്നു. ഒരുപാട് ചൈനീസ് പട്ടാളക്കാർ അതിൽ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ഒരു അറ്റാക്ക് നടത്തിയതിനു ശേഷം ഇവർ അവിടെ നിന്ന് തിരിച്ച് പറക്കാൻ തുടങ്ങുന്നതും ഇപ്പോൾ ഇവരുടെ ബേസ് ക്യാമ്പിൽ നിന്നും ഹില്ലിനെ തിരിച്ച് അവരുടെ ബേസിലേക്ക് തന്നെ വരാനായിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഹില്ല് തിരിച്ചു വരുമ്പോൾ അവൻ വീണ്ടും താഴേക്ക് നോക്കുമ്പോൾ രാത്രിയാവുന്നതും ഈ പാലത്തിന്റെ പണി ചൈനീസ് ആർമി വീണ്ടും അതിന്റെ പണി നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവരൊരിക്കലും ഇതിൽ നിന്ന് പിന്മാറത്തില്ല. നമ്മൾ ഈ ഉറുമ്പുംകൂട്ടിൽ എത്ര ഉറുമ്പുകളെ കൊന്നാലും വീണ്ടും വീണ്ടും അതേപോലെ അവർ വന്ന ആ ഒരു പണി തുടർന്നുകൊണ്ടേയിരിക്കുമല്ലോ, അതുപോലെയൊക്കെ എത്ര തകർത്താലും അവർ വീണ്ടും അവരുടെ ജീവൻ സാക്രിഫൈസ് ചെയ്ത് ആ പാല് നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത് കാരണം തിരിച്ചു വിളിക്കുന്ന ഹില്ലി ഒരിക്കലും തന്റെ ബേസിലേക്ക് തിരിച്ചു പോകത്തില്ല, ഇവരോടുള്ള ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടി. അതുകൊണ്ട് ഹില്ലി തന്റെ പ്ലെയിൻ തിരിച്ചു പറത്തിയിട്ട് ആ ഒരു പാലത്തിനടുത്തുള്ള എല്ലാ പ്രദേശത്തും നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നു. ഒരുപാട് പട്ടാളക്കാരെ അതിലൂടെ കൊല്ലുന്നുണ്ട്. അതും തന്റെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ദേഷ്യം കാരണം അവിടെയെല്ലാം നല്ല രീതിയിലൊരു അറ്റാക്ക് നടത്തി ഹില്ലിപ്പോൾ തിരിച്ച് തന്റെ പാർട്ണറുമായിട്ട് ബേസിലേക്ക് തിരിച്ചു പറക്കാണ്. അങ്ങനെ സന്തോഷിച്ച് തിരിച്ച് പറന്നു വരുമ്പോഴാണ് ചൈനീസ് ആർമിയുടെ ഭാഗത്തു നിന്നും അവർ ഒരുപാട് മിസൈലുകൾ ഇവരുടെ എയർക്രാഫ്റ്റുള്ള ആ ഒരു ബേസിലേക്ക് ഒരുപാട് മിസൈലുകൾ വിട്ടുകൊടുക്കുന്നതും അവരുടെ ബേസ് പൂർണ്ണമായിട്ടും തകർന്നില്ലാതാവുകയാണ്. ഇത് കാണുന്ന ഹില്ലിന് പെട്ടെന്ന് അത് അംഗീകരിക്കാനായിട്ട് കഴിയത്തില്ല.
ഇപ്പോൾ ഹില്ലിനും നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവൻ പറന്നു പോകുമ്പോൾ ഇതിനെന്തായാലും തിരിച്ചടി ചൈനീസ് ആർമിക്ക് അവൻ കൊടുക്കുമെന്ന് മനസ്സിൽ പറയുന്നുണ്ട്. അത്രയും ദേഷ്യം അവന് ചൈനീസ് ആർമിയോട് ഇപ്പൊ തോന്നുന്നുണ്ട്. അങ്ങനെ തിരിച്ചു പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഹില്ലിനെ അവരുടെ ക്യാമ്പിൽ നിന്ന് വീണ്ടും തിരിച്ചു വരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഹില്ല് ഒരിക്കലും തിരിച്ചു വരാനായിട്ട് തയ്യാറാവത്തില്ല. ആ റേഡിയോ പെട്ടെന്ന് ഓഫാക്കിയിട്ട് അവൻ തന്റെ ഒരു തൊപ്പി എടുത്തു വെച്ച് തന്റെ പ്ലെയിൻ തിരിച്ചു പറത്തുകയാണ്, അതും ആ പാലത്തിനടുത്തേക്ക്. ഇപ്പോൾ പാലത്തിനടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ ചൈനീസ് ആർമി അവരുടെ പാലം പണി പിന്നെയും തുടങ്ങാണ്. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്ലെയിൻ മാത്രം തിരിച്ചു വരുന്ന ശബ്ദം ഇവരെല്ലാവരും കേൾക്കുന്നു. അപ്പോൾ മെഷീൻ ഗണ്ണുമായിട്ട് ഇവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. ഹില്ലാണെങ്കിലോ തന്റെ മൊത്ത ദേഷ്യവും ആ ഒരു ചൈനീസ് ആർമിയോട് തീർക്കാൻ വേണ്ടി നല്ല വേഗതയിൽ ആ ഭാഗത്തേക്ക് തന്റെ പ്ലെയിൻ ഓടിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ രണ്ടുപേരും പരസ്പരം നേർക്ക് നേരെ വരുന്നു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് നേരം ഷൂട്ട് ചെയ്ത് ഹില്ല് തന്റെ പ്ലെയിൻ ഉപയോഗിച്ച് ഒരുപാട് ചൈനീസ് പട്ടാളക്കാരെ വീണ്ടും ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അങ്ങനെ കുറച്ചുപേരെ കൊന്ന് ആ ഒരു പ്ലെയിൻ നേരെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു റൗണ്ട് കൂടി തിരിച്ചു വരും. അപ്പോഴും ഇവർ ആ ഒരു മെഷീൻ കണ്ണു വെച്ചിട്ട് ഹില്ലിനെ ഷൂട്ട് ചെയ്ത് തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഹില്ല് അവിടെ നിന്ന് പറന്നു പോകുന്നതിന് മുന്നേ ഒരു വലിയ മിസൈല് ആ വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കുന്നതും ആ മിസൈല് നേരെ താഴേക്ക് വന്ന് വീണ് ഭയങ്കരമായിട്ടുള്ളൊരു പൊട്ടിത്തെറി. അതിലൊരുപാട് പട്ടാളക്കാർ മരിക്കുകയും ചെയ്യുന്നു. ആ പാലത്തിന് വീണ്ടും വലിയ രീതിയിൽ ഒരു തകർച്ച സംഭവിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹില്ലിപ്പോൾ ഒരുപാട് പേരെ കൊന്ന ആ ഒരു സമാധാനത്തിൽ തന്റെ പ്ലെയിനുമായിട്ട് തിരിച്ച് അവന്റെ ആ ഒരു ബേസിലേക്ക് പോകുന്നു. പക്ഷെ ഇവിടെ നോക്കണം, ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടും ഈ ചൈനീസ് ആർമി ആ തകർന്ന പാലം ശരിയാക്കാൻ വേണ്ടി വീണ്ടും അവരുടെ പണി തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അവരൊരിക്കലും പിന്മാറത്തില്ല. ഇപ്പോൾ തിരിച്ചുപോയ ഹില്ല് പുറകിലേക്ക് നോക്കുമ്പോൾ അവർ വീണ്ടും ഈ ഒരു പാലം ശരിയാക്കുന്നത് കണ്ടിട്ട് ഹില്ലിന് തന്നെ അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. എത്ര ഇവരെ നശിപ്പിച്ചാലും ഇവർ തിരിച്ചു വന്ന് ആ പാലം വീണ്ടും പണിഞ്ഞുകൊണ്ടേയിരിക്കും. അതുമല്ല, ഇവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വലിയൊരു ബോംബർ പ്ലെയിൻ ഉണ്ട്. അത് വന്നിട്ട് ഒരുപാട് ബോംബുകൾ താഴേക്കിടുന്നു. അതുപോലെ ചൈനീസ് ആർമിയുടെ ഡിഫൻസിനെയും ഇവർ തകർക്കുന്നുണ്ട്. അതോടെ അന്ന് രാത്രി ആ ഭാഗത്തെ എല്ലാ കാര്യങ്ങളും തകർന്നതിന് ശേഷം ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഇപ്പോൾ രണ്ട് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അടുത്ത ദിവസം ആകുമ്പോഴും ചൈനീസ് ആർമി ഒരിക്കലും ഈ പാലം പണിയിൽ നിർത്തിയിട്ടില്ല. അവരവരുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. യുദ്ധവിമാനങ്ങൾ വരുന്ന നിർദ്ദേശം അറിയിക്കാൻ വേണ്ടി ആ വലിയ തൂണിന് മുകളിലായിട്ട് ഒരാൾ ഇരിപ്പുണ്ട്. ഇപ്പൊ അവർ നോക്കുമ്പോൾ വീണ്ടും 1-2 യുദ്ധവിമാനങ്ങൾ ആ വശത്തൂടെ പറന്നു വരുന്നു. ഈ നിർദ്ദേശം താഴെയുള്ള എല്ലാ സൈന്യത്തിനും അവൻ അറിയിക്കുന്നതും ഈ സൈനികരെല്ലാവരും പലയിടങ്ങളിലായിട്ട് സേഫായിട്ട് കിടക്കാണ്. അപ്പോൾ ആ പ്ലെയിനിൽ വന്ന അമേരിക്കൻ സൈന്യം ഈ പാലം തകർക്കാൻ വേണ്ടി മിസൈലുകൾ താഴേക്ക് വിടുന്നു. അതുപോലെ തന്നെ ആ ഒരു പാലം അവർ തകർക്കുകയും ചെയ്യുന്നുണ്ട്. അവർ പാലം തകർത്തിട്ട് അവിടെ നിന്ന് പറന്നു പോകുന്നതും ആ സമയത്ത് തന്നെ ബാക്കിയുള്ള സൈനികർ ഓടി വന്ന് ഈ തകർന്ന പാലം വീണ്ടും അപ്പോഴും തന്നെ ശരിയാക്കാണ്. ഇപ്പൊ അവിടെയുള്ള ചോളപ്പാടത്ത് ഒളിച്ചിരിക്കുന്ന ചൈനീസ് ഡിഫൻസ് ടീമുണ്ടല്ലോ, അവര് ഇതിലൊരു എയർക്രാഫ്റ്റ് എന്തായാലും തകർക്കാന്ന് വിചാരിച്ച് കറക്റ്റ് ടൈമിൽ എയിം ചെയ്ത് അവർ ഷൂട്ട് ചെയ്യുന്നതും ആ 2 യുദ്ധവിമാനങ്ങളിൽ ഒന്നിനെ അവർ തകർത്ത് താഴേക്കിടുന്നു. അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് പോയിട്ടുള്ള മറ്റൊരു പ്ലെയിൻ ഉണ്ടല്ലോ, അത് കുറച്ച് കഴിയാതെ ഇതിനെ തിരിച്ചു വരത്തില്ല. അതുവരെ ഇവർക്ക് ഈ ഒരു പാലം പണി വീണ്ടും ചെയ്യാം. അതിലൂടെ സൈനികരെ മറുവശത്തേക്ക് കൊണ്ടുപോകാനും കഴിയും. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ആ പാലം പണി അവിടെ നടക്കുന്നുണ്ട്. നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് ആ ടവറിന് മുകളിൽ ഒരു സൈന്യം ഇരിപ്പുണ്ട്. ഒരുപാട് സോൾജേഴ്സിനെ ആ പാലത്തിലൂടെ മറുകരയിലേക്ക് പറഞ്ഞു വിടുന്നു സേഫായിട്ട്. അങ്ങനെ കുറേ നേരം എല്ലാവരും ഒരു കുഴപ്പമില്ലാതിരിക്കുമ്പോഴാണ് 2 യുദ്ധവിമാനങ്ങളെ വീണ്ടും ഇവർ ആകാശത്ത് കാണുന്നത്. അങ്ങനെ ഡിഫൻസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ടീമുണ്ടല്ലോ, അവരെല്ലാവരും വെയിറ്റ് ചെയ്ത് അതിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കാണ്. പക്ഷെ എന്തോ അവരെ കൊണ്ട് കഴിയുന്നില്ല. അതിപ്പോ പലയിടങ്ങളിലായിട്ട് ബോംബിടുന്നതും ഇവർക്ക് പെട്ടെന്ന് ആ ഒരു പ്ലെയിനുകളെ ഒന്നും ചെയ്യാനായിട്ട് കഴിയാതെ ഇത് കണ്ടു നിൽക്കേണ്ടി വരും. അങ്ങനെ വന്ന ആ ഒരു യുദ്ധവിമാനങ്ങള് ഈ പാലത്തിന്റെ 2 വശങ്ങളിലായിട്ടും ബോംബുകളിടും. അതേപോലെ തന്നെ പാലത്തിന്റെ നടുവിലത്തെ ഭാഗവും തകർത്തിട്ട് പോകും. അങ്ങനെ അത് തകർത്തിട്ട് പോകുമ്പോൾ തന്നെ ആ നിമിഷം തീ അണയ്ക്കാൻ വേണ്ടി ചൈനീസ് പട്ടാളക്കാരുണ്ടല്ലോ, അവർ ഓടിച്ചെന്നിട്ട് ആ വെള്ളം കോരി തീ അണയ്ക്കുന്നു. അതേപോലെ തന്നെ തകർന്ന ഭാഗം വീണ്ടും ശരിയാക്കാണ്. ഇത് കാണുമ്പോൾ ഇവരുടെ ആ ഒരു ഡെഡിക്കേഷൻ അതെല്ലാം കണ്ട ലിയുവിനും തന്റെ രാജ്യത്തോട് അത്ര അഭിമാനം തോന്നുന്നു, തന്റെ ജനങ്ങളോടും അത്ര റെസ്പെക്ട് തോന്നുകയാണ്. അങ്ങനെ വീണ്ടും രാത്രിയിലെ ഇവരുടെ പണി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ആകാശത്ത് ഒരു യുദ്ധവിമാനം ഒറ്റയ്ക്ക് വരുന്നത്. അത് വേറെ ആരുമല്ല, പൈലറ്റ് ഹില്ലുണ്ടല്ലോ, അവനാണ്. അവനിപ്പോ ഇവിടേക്ക് വന്ന് പെട്ടെന്ന് ഇവിടെ ഒരു അറ്റാക്ക് നടത്തുമ്പോഴത്തേക്കും ഇവരും അത് പ്രതീക്ഷിക്കത്തില്ല. അപ്പൊ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ തിരിച്ചും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ട് ഫയർ ചെയ്ത് അവസാനം ഹില്ല് ഈ മെഷീൻ ഗണ്ണുമായിട്ട് നിൽക്കുന്ന കുറച്ച് പട്ടാളക്കാരുണ്ടല്ലോ, അവരെല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് അങ്ങ് പോകും. ഇപ്പൊ ഇവരില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു യുദ്ധവിമാനങ്ങളെ തിരിച്ച് അറ്റാക്ക് ചെയ്യാന്നുള്ളത് വളരെ പാടുള്ള കാര്യമാണ്. അങ്ങനെ ലിയു ഒരു സിഗരറ്റുമായിട്ട് ആ ഒരു പാലം പണിയുന്ന എഞ്ചിനീയർ ഉണ്ടല്ലോ, അവന്റെ അടുത്തേക്ക് ചെന്ന് അവനോട് കുറച്ചു നേരം സംസാരിച്ച് അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നിട്ട് മരിച്ചുപോയ പട്ടാളക്കാരെ കുഴിച്ചിടുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ആ സമയത്തും
ഇവിടേക്ക് വിമാനങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, പാലം പിന്നെയും തകർക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് വീണ്ടും ഹില്ലുണ്ടല്ലോ, അവൻ തന്റെ യുദ്ധവിമാനമായിട്ട് വീണ്ടും തിരിച്ചു വരുന്നു. അപ്പോൾ ഇത്തവണ എന്തായാലും അവനെ അറ്റാക്ക് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് കുറച്ച് പട്ടാളക്കാര് സ്വയം സാക്രിഫൈസ് ചെയ്ത് ബാക്കിയുള്ള സോൾജേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടി അവര് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവന് സിഗ്നൽ കൊടുത്ത് അവന്റെ ദിശ തെറ്റിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവിടേക്ക് അവൻ പറന്നു വന്ന് അവരെ അറ്റാക്ക് ചെയ്ത് കൊന്നതിന് ശേഷം ഇപ്പൊ സാങ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സോൾജർ ഉണ്ട്. അവനിപ്പോ ഈ ഒരു മെഷീൻ ഗണ്ണിന്റെ അടുത്തേക്ക് വന്നിട്ട് ഹില്ലിനെ ഷൂട്ട് ചെയ്ത് തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഷൂട്ട് ചെയ്ത് കൂടെയുള്ള ഒരുപാട് പട്ടാളക്കാർ മരിച്ചു. അവൻ അപ്പോഴും മാറാതെ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഷൂട്ട് ചെയ്ത് അവസാനം അവൻ അവിടെ ഒറ്റയ്ക്ക് നിന്ന് അറ്റാക്ക് ചെയ്യുന്നു. ബാക്കിയുള്ളവർ മരിച്ചിട്ടും ഹില്ലാണെങ്കിലോ അവനും പറന്ന് നേരെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ പറന്നു വന്ന അവസാനം ഇവരുടെ ബുള്ളറ്റും തീരാറായി. അങ്ങനെ നിർത്താതെ ഫയർ ചെയ്ത് രണ്ടുപേരും അവസാനം സാങ് ഹില്ലിന്റെ പ്ലെയിനിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന്റെ പുറകു ഭാഗം തകരുന്നതും ഹിൽ അവിടെ നിന്ന് പറന്നു പോകുന്നതിന് മുന്നേ ഷാങ്ങിന്റെ ബുള്ളറ്റും തീരുന്നു. അതേപോലെ ഹിൽ ഒരു ബോംബും അവിടേക്ക് വിട്ടിട്ടാണ് പറന്നു പോകുന്നത്. അങ്ങനെ ആ ഒരു ബോംബ് താഴേക്ക് വീണ് പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാവരും മരിച്ചു എന്ന് ഹില്ല് വിശ്വസിക്കും. പക്ഷേ ഷാങ് ഒരിക്കലും മരിക്കത്തില്ല. അവൻ പരിക്കുകളോടെ വീണ്ടും എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് നോക്കുമ്പോൾ മറ്റൊരു യുദ്ധവിമാനം വീണ്ടും ഈ പാലത്തിലേക്ക് മിസൈലുകൾ വിട്ട് പാലത്തിലുള്ള ഒരുപാട് പട്ടാളക്കാരെയും കൊല്ലുന്നു. അതേപോലെ തന്നെ പാലവും തകർക്കുന്നു. ഇപ്പോൾ സാങ്ങിന്റെ ഒരു കൈയും മുറിയുന്നുണ്ട്, കാലിന് നല്ല പരിക്കുണ്ട്. എന്നാലും അവന്റെ അവസാന ശ്വാസം വരെയും അവ യുദ്ധം ചെയ്യുമെന്ന് തീരുമാനിച്ച് അവിടെ നിന്നും 2 ബുള്ളറ്റും എടുത്ത് തന്റെ ദേഹത്തേക്ക് വെച്ച് അതും എടുത്ത് അടുത്ത ആ ഒരു മെഷീൻ ഗണ്ണിന്റെ അടുത്തേക്ക് ഒറ്റയ്ക്ക് നടന്നു പോവാണ്. ഇവിടെ വേറെ ഒരു സോൾജേഴ്സും ഇല്ല. അങ്ങനെ നടന്നു വന്ന് അതിലേക്ക് ബുള്ളറ്റിൽ ലോഡ് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് കയറിയിരിക്കുന്നു. അങ്ങനെ കയറിയിരിക്കുമ്പോഴും അവൻ കാണുന്ന കാര്യം മുന്നിലത്തെ ആ ഒരു പാലം വീണ്ടും യുദ്ധവിമാനങ്ങൾ വന്ന് തകർത്തിട്ട് പോകുന്നതാണ്. ഇപ്പോൾ 2 വിമാനങ്ങൾ ആകാശത്തോടെ പറന്നു വരുന്നുണ്ട്. അതിന് 2നെ തകർത്തിട്ടേ താൻ മരിക്കോളെന്ന് തീരുമാനിച്ച് ഷാങ് അതിന് മുകളിൽ കയറിയിരുന്ന് കറക്റ്റ് എയിം ചെയ്ത് ഹില്ലെന്ന് പറഞ്ഞിട്ട് ആ ഒരു പൈലറ്റ് ഉണ്ടല്ലോ അവന്റെ വിമാനം ഷൂട്ട് ചെയ്ത് അങ്ങ് തകർക്കും. അതേപോലെ തന്നെ പിറകിൽ വരുന്ന ആ ഒരു മിസൈലുകൾ വിടുന്ന വലിയ വിമാനം അതിലേക്ക് ഷൂട്ട് ചെയ്യുന്നതും അതിന് വലിയ കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല. പകരം ഹില്ല് മരിച്ചു. ഇപ്പോൾ മിസൈലുകൾ നേരെ താഴേക്കൊന്ന് വീഴുമ്പോൾ ഇവൻ ബാക്കിയുള്ള സോൾജേഴ്സിനെ തന്റെ വിസിലെടുത്ത് ഊതി സിഗ്നൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ തന്നെ മിസൈലുകൾ താഴേക്ക് വീണ് അവിടെ മുഴുവനായിട്ട് പൊട്ടിത്തെറിച്ച് ഷാങ്ങിന്റെ കണ്ണടയുന്നത് പോലെയാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇപ്പൊ അടുത്ത ദിവസം ഷാങ് തന്റെ കണ്ണ് കെട്ടിവെച്ചിട്ട് അവിടെ നിന്നും പതിയെ വെളിയിലേക്ക് ഇറങ്ങാണ്. അവൻ മരിച്ചിട്ടില്ല. അങ്ങനെ നടന്നു വരുമ്പോ ഒരു പട്ടാളക്കാരന്റെ തോളില് ഈ പാല നിർമ്മിക്കാനുള്ള തടിയുണ്ട്. പക്ഷെ അവന്റെ ശരീരമാണെങ്കിലോ പൊള്ളലേറ്റ് അവൻ മരിച്ചു നിൽക്കാണ്. എന്നാലും അത് താഴെ ഇടുന്നില്ല. അപ്പൊ അതിനിടയിലൂടെ ഷാങ് നടന്നു പോകുന്ന ഒരു സീനുണ്ട്. ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാല് ഇങ്ങനെയും ഡെഡിക്കേഷൻ ആയിട്ടുള്ള ആളുകൾ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെ ഷാങ് അവിടെ നിന്ന് നടന്ന ആ ഒരു പാലത്തിലേക്ക് കയറി നിൽക്കുമ്പോഴത്തേക്കും പിറകിൽ എന്തോ ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ ഇനിയും ഒരുപാട് ചൈനീസ് സോൾജേഴ്സ് ഓടി വന്ന് ഈ ഒരു പാലത്തിന്റെ പണി വീണ്ടും ചെയ്യാണ്. അത്രയും ഡെഡിക്കേഷൻ എത്ര പേരെ സാക്രിഫൈസ് ചെയ്താലും തങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അവരെന്ത് വേണമെങ്കിലും സഹിക്കും, ഒരിക്കലും പിന്മാറത്തില്ല എന്നുള്ള രീതിയിലാണ് അവരിപ്പോഴും മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോ അമേരിക്കൻ എയർക്രാഫ്റ്റിന് ഇതൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അവർ ഇന്നലെ തകർത്തിട്ട് പോയ പാലം വീണ്ടും അവർ വന്ന് ശരിയാക്കുന്നെന്ന് പറയുമ്പോൾ ഇവർക്കൊരിക്കലും അത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഇപ്പോ ബാക്കിയുള്ള ഒരേ ഒരു പൈലറ്റ് ആ ചൈനീസ് ആർമിയുടെ ആ ഒരു പാലുണ്ടല്ലോ അത് പൂർണ്ണമായിട്ട് തകർത്തിട്ടാണ് അവർ വന്നത്. അവിടെ എന്തായെന്ന് അറിയാൻ വേണ്ടി വീണ്ടും ആ വശത്തൂടെ പറന്ന് താഴെ എന്താണ് സംഭവിക്കുന്നത് എന്നിങ്ങനെ നോക്കാണ്. അവിടെയാണ് അവൻ ഞെട്ടുന്ന ഷോക്കായിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ ആ ഒരു പാലത്തിന്റെ പകുതി ഭാഗങ്ങൾ തകർന്നതുകൊണ്ട് ചൈനീസ് പട്ടാളക്കാർക്ക് മറുകരയിലേക്ക് ഓടി പോകണമല്ലോ. അതിനുവേണ്ടി എന്താ ചെയ്യുന്നതെന്നറിയോ? ബാക്കിയുള്ള പട്ടാളക്കാരെല്ലാം ആ പാലത്തിന് പകരമായിട്ട് തടിയും എടുത്ത് കയ്യില് അവരുടെ ശരീരത്ത് വെച്ച് ഒരു മനുഷ്യ പാലം തന്നെ അവര് നിർമ്മിച്ചേക്കാണ്. അതിന് മുകളിലൂടെയാണ് ചൈനീസ് പട്ടാളം ഓടിപ്പോകുന്നത്. അതിൽ കണ്ണു കാണാൻ കഴിയാത്ത ലിയോ എന്ന് പറഞ്ഞ ആ ഒരു സോൾജറും ഉണ്ട്. ഇത് കാണുന്ന ആ പൈലറ്റിനെ അവരുടെ ഡെഡിക്കേഷനും സ്വന്തം രാജ്യത്തോടുള്ള അവരുടെ ആത്മാർത്ഥതയും അതൊരിക്കലും കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയത്തില്ല. ഇപ്പൊ എത്ര ഇവരെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും അവർ പിന്മാറത്തില്ല എന്ന് അമേരിക്കൻ സൈന്യത്തിന് മനസ്സിലായി. എന്നാലും ഇവർക്ക് യുദ്ധത്തിലെ അവർ തകർത്തല്ലേ മതിയാവൂ. അതുകൊണ്ട് ആ മനുഷ്യര് പാലമായിട്ട് നിൽക്കുന്ന ആ ഭാഗത്തേക്ക് അവര് വീണ്ടും മിസൈലുകൾ ഇടുന്നു. അതോടെ ചൈനീസ് ആർമി ആ പാലത്തിലൂടെ ഇപ്പുറത്തെ വശത്തേക്ക് വന്നിട്ട് അവരുടെ യുദ്ധത്തിൽ അവർ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതോടെ റിയൽ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു ചെറിയ അനിമേഷൻ ഫുട്ടേജ് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടാണ് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.